കെ ഫിറോസിനെതിരായ കെ ടി ജലീലിന്റെ ആരോപണം ഏറ്റെടുത്തിരിക്കുകയാണ് CPIM. നാട്ടിലിരുന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന മാന്ത്രികനാണ് കെ ഫിറോസ് എന്ന് MV ജയരാജൻ പരിഹസിച്ചു. തെളിവുകളടക്കം പുറത്തുവിട്ട് കെ ടി ജലീൽ ആരോപണം ഉന്നയിച്ചിട്ടും പ്രതിപക്ഷ നേതാവും കെ ഫിറോസും പ്രതികരണം നടത്തുന്നില്ലെന്ന് ജയരാജൻ കുറ്റപ്പെടുത്തി. അർജുൻ കല്യാട് നൽകും വിശദാംശങ്ങൾ. അർജുൻ, വിഷയം എന്തായാലും വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ കെ ടി ജലീൽ വീണ്ടും പ്രതികരണം നടത്തിയിരുന്നു. ഇന്നും നമ്മളോടക്കം സംസാരിച്ചപ്പോഴും ഇക്കാര്യത്തിൽ ഫിറോസിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. CPIM എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത്? ശ്രുതി, തീർച്ചയായിട്ടും CPIMന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം തന്നെ കെ ടി ജലീൽ ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള MV ജയരാജൻ അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഏതായാലും മറ്റ് CPIM നേതാക്കൾ ആരും തന്നെ ഇതുവരെയും കെ ടി ജലീൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ തുടർച്ചയായ രീതിയിൽ തന്നെ ഉന്നയിക്കുകയായിരുന്നു. എന്നാൽ വളരെ പ്രധാനപ്പെട്ട CPIM നേതാക്കൾ ആരും തന്നെ ഇത് ഏറ്റെടുത്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ MV ജയരാജൻ ഈ കാര്യം ഏറ്റെടുത്തുകൊണ്ട് ഇതിനകത്തൊരു പ്രതികരണം നടത്തുന്നതോടുകൂടി തന്നെ ഇത് CPIM കൂടി ഏറ്റെടുക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ പ്രതിരോധം കെ ഫിറോസിന് സൃഷ്ടിക്കുക, അതിലൂടെ തന്നെ മുസ്ലിം ലീഗിനെ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് CPIM ലക്ഷ്യമിടുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവും കെ ഫിറോസും ഈ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ യാതൊരുവിധ മറുപടിക്കും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് MV ജയരാജൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉയർത്തുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കെ ടി ജലീൽ തുടർച്ചയായ രീതിയിൽ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അതിന് കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ അത്തരത്തിൽ കെ ടി ജലീൽ പറയുന്നത് പോലെ തന്നെയുള്ള ഒരു മറുപടി കെ ഫിറോസ് നൽകിയിട്ടില്ല. ഇതാണ് പ്രധാനമായും MV ജയരാജൻ ആയുധമാക്കുന്നത്. അത്തരത്തിൽ ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് കെ ഫിറോസ് ഈ ആരോപണങ്ങൾക്ക് മറുപടി നൽകാത്തത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തുകൊണ്ട് മറുപടി നൽകാൻ വേണ്ടി കഴിയുന്നില്ല, അത് കെ ഫിറോസിൻ്റെ ഭാഗത്ത് അനധികൃതമായിട്ടുള്ള ചില ഇടപാടുകളുണ്ട് എന്നതിൻ്റെ സൂചന തന്നെയാണ് എന്നുള്ളതാണ് MV ജയരാജൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ കെ ഫിറോസും കെ ടി ജലീലും തമ്മിലുള്ള വാക്പോരുകൾ, ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ ഇതെല്ലാം കൂടി ഒരു രാഷ്ട്രീയ വിഷയമായി മാറുന്നു. കെ ഫിറോസിനെതിരായിട്ടുള്ള വിമർശനം ഇപ്പോൾ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ കൂടി ഏറ്റെടുത്തോടുകൂടി അതൊരു രാഷ്ട്രീയ വിഷയമായി കൂടുതൽ CPIM നേതാക്കൾ ഒരുപക്ഷെ ഏറ്റെടുക്കാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ഓക്കെ, അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്.